ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ആറന്മുള അമ്പലത്തിൽ ഒരു പരീക്ഷണാർത്ഥം വന്നേക്കാണ്. പരീക്ഷണാർത്ഥം എന്ന് വെച്ചാൽ വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം വള്ളസദ്യ കഴിക്കാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് കഴിക്കാൻ പറ്റുമെങ്കിൽ ആ വിഭവങ്ങളുടെ ഷെയർ ചെയ്യാം. റോഡ് ഭയങ്കര തിരക്കാണ്. കുറേ വള്ളത്തിന് സദ്യയുണ്ട്. അതേപോലെ ഒത്തിരി തീർത്ഥാടകർ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾ ആ 1/2 കിലോമീറ്റർ അതിനപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് വരികയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. പ്രത്യേകിച്ച് സൺഡേ കൂടെ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഇത്തിരി ടൂറിസ്റ്റ് വണ്ടികളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ആളുകളായത് ഇപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വള്ളസദ്യക്കുള്ള പാസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 12 മണിയാകുമ്പോഴേ വള്ളസദ്യയൊക്കെ തുടങ്ങത്തുള്ളൂ. പിള്ളേരും അച്ഛനും അമ്മയും ഞങ്ങൾ പാസ് എടുക്കാൻ പോയ സമയത്ത് കടവിൽ ഇവിടെ എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞത്. എവിടെയാണെന്ന് അറിയത്തില്ല. വള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് കടവൊക്കെ നല്ല നീറ്റാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേട ഇറങ്ങല്ലേ. മഴ പെയ്യുന്നു. അന്നേരം സ്വീകരണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അത് 11:30 12 മണിയൊക്കെ ആകുമ്പോഴെന്നാണ് പറഞ്ഞത്. സ്വീകരണമുള്ള വള്ളമാണെന്ന് അറിയില്ല. കറക്റ്റ് സൂം ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പേര് ഞങ്ങളുടെ സൂം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഒരു വള്ളം ഇവിടെ കിടപ്പുണ്ട്. ഒരു വള്ളം പള്ളിയോടം അപ്പുറത്ത് ഒരു പള്ളിയോടം കിടപ്പുണ്ട്. ഇവരവിടെ നമുക്ക് പാസ് കിട്ടിയത് ഓതറ പുതുക്കുളങ്ങര പള്ളിയോടത്തിനാണ് കിട്ടിയേക്കുന്നത്. പാസ് നമുക്ക് കിട്ടിയേക്കുന്നത് 12:30 1 മണിയൊക്കെ ആവും എന്തായാലും. ഇതിന്ന് വള്ളസദ്യയുള്ള ഓരോ വള്ളങ്ങളുടെ വള്ളങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. സ്വീകരിച്ചു, പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഭയങ്കര ആളായിരുന്നു. ഒരു വള്ളം സ്വീകരിച്ച് മേളിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. വള്ളം സ്വീകരിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അടുത്ത വള്ളം സ്വീകരിക്കാനായിട്ട് ഇഷ്ടംപോലെ താലപ്പൊലിയൊക്കെ ആയിട്ട് ആ വള്ളത്തിന് സദ്യ കൊടുക്കാൻ നേർച്ച നേർന്ന കുടുംബാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. വള്ളത്തിന് ദക്ഷിണയും പൂജയും മാലയും കൊടുത്താണ് സ്വീകരിക്കുന്നത്.
പുറത്തേക്ക് അത്ര